തൃശ്ശൂരിലേക്കൊന്ന് പോകണം. അവിടെ മാനവീയം വീഥിയിൽ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് ഉറപ്പാണല്ലേ സുനിഷ? ഒരു മഷിൻ ഡിയാഗോയും ചേരുന്നുണ്ട്. മാനവീയത്ത് എല്ലായ്പ്പോഴും ആളുകളുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഓണത്തലേന്ന് എന്താണ് അവിടെ? ഓണം വാരാഘോഷമൊന്നുമില്ല, പക്ഷേ ആളുകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ടോ? വിനിത, തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഞാനിപ്പോഴുള്ളത് ഈ തിരുവനന്തപുരത്തെ സന്തോഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ഇടനാഴിയായ മാനവീയം വീതിയിലാണ്. ഇവിടെ നമുക്ക് കാണാം എല്ലാവരും വൈബായി കളറായി തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഓണത്തെയൊക്കെ വരവേൽക്കാൻ ഇവർ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഈ സമയത്ത് മാത്രമല്ല, ഇവിടെ എപ്പോഴും തിരക്കാണ്. ഇന്ന് കുറച്ചധികം തിരക്ക് തന്നെയുണ്ട്. കാരണം ഓണമാണ്. ഓണത്തെ അവർ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. നമുക്കിപ്പം സുനിഷ കൂടി ചേർന്നുണ്ട്. സുനിഷ, ആരാണ് ഇവർ? ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായിട്ടും വിനീത, ഓണമാകുമ്പോൾ അതിനൊരു ഓളം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓളം മ്യൂസിക് ബാൻഡ്സ് ആണ് നമ്മുടെ കൂടെ ഇന്ന് ഈ ഇവിടെ മാനവീയം വീതിയിൽ ഒത്തുചേരുന്നതെന്നാണ്. എന്തായാലും ഇവർ എങ്ങനെ ഓളം ഉണ്ടാക്കുന്നുള്ളത് ഇവർ തന്നെ പറയുന്നുള്ളതാണ് അല്ലേ ചേട്ടാ? എങ്ങനെയാണ് നമുക്ക് ഒരു ഓണം വൈബ് അങ്ങോട്ട് കിട്ടിക്കാൻ എന്താണ് ചെയ്യാൻ? നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ 10 വർഷം കൊണ്ട് ഞങ്ങളുടെ സജീവമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും 7 മുതൽ 10 വരെ ഉണ്ട്. ഇത് ഞങ്ങളെ പാട്ട് കേൾക്കാനായിട്ട് ഇവിടെ ജനങ്ങൾ തടിച്ചുകൂടും. നമുക്കൊന്ന് കേൾക്കണം, പാടിയാലോ? ഞങ്ങൾ പാടിത്തരാം. ഞങ്ങൾ ഓക്കെ. கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு, நாடாத கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு. பூங்குயிலே பூங்குயிலே இத்தனை நாளா நான் காத்திருந்தேன், இத்தனை நாளா நான் காத்திருந்தேன். நாடாத கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு, நாடாத கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு. அசலதா வாசலடி அழப்புதும் மீதியடி, அசலதா வாசலடி அழப்புதும் மீதியடி. நவட்டத்து அடையொடே நானும் சுடாம போன பொண்ணு, நவட்டத்தில் அடையொடே நானும் சுடாம போன பொண்ணு. பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன், பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன். நாடாத கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு, நாடாத கன்னி பொண்ணு நானும் வாடாத ரோசா தண்டு. എട്ടെഴുതി രോജയിലെ മെയ്യെഴുതി റോട്ടിലയെ എട്ടെഴുതി രോജയിലെ സുനിഷ, ഇനി ഒരു ഓണപ്പാട്ട് കൂടി ആവാമെന്ന് പറയൂ. തമിഴ് പാട്ട് ഏതായാലും സൂപ്പറായി, ഇനി ഒരു ഓണപ്പാട്ട് കൂടി ആയിക്കോട്ടെ. തീർച്ചയായിട്ടും വിനീത, ഇവരെ ആ പാട്ടിന്റെ ഓളം അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അവരിങ്ങനെ ആ ഓളത്തിലാണ്. ഇവിടെ വന്നവരൊക്കെ ഇത് ചുറ്റിലും നിന്നൊക്കെ ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾക്ക് ഓണമാണല്ലോ നാളെ. അപ്പോൾ ഓണമാണ്, ഉത്രാടപ്പാച്ചിലെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഓണപ്പാട്ട് കൂടി കിട്ടുകയാണെങ്കിൽ ആകെ മൊത്തത്തിലൊരു ഗംഭീരാക്കാലോ. ഒരു ഓണപ്പാട്ട് ഇവര് ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി അരുവികളിൽ കിളി പാടി. ഇവകളെന്തു ഭംഗി, ഇവളുടെ കരളിനെന്തു കാന്തി, അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ.
ഇതാ കണ്ടല്ലോ വിനീത, ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഓണത്തിന്റെ ഒരു വൈബ് അങ്ങ് ഈ മാനവീയം വെത്തിൽ എത്തുന്ന എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മൾ ഇവിടെ ചില പരിമിതികളുണ്ട്, 10:00-ക്ക് ശേഷം പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പോകുമ്പോഴൊക്കെ റിപ്പോർട്ടർ ചാനൽ ഈ ലൈവ് ആണ് നമ്മൾക്ക് ഈ ഉത്രാടപ്പാച്ചിലിന്റെ അവസാനം എങ്ങനെയാണ് നമ്മളെ ഓണത്തിന് എങ്ങനെ വരവേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരും കൂടി നിന്ന് നമുക്കൊരു ചില്ലാക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷമാക്കി വൈബാക്കി തന്നതാണ്. ഇതാ ഇവരാണ്, ഈ കാണുന്നവരാണ് നമുക്ക് ഓണം ഇങ്ങനെ എന്താണ് നാളത്തെ ഓണത്തിന് വരവേൽക്കാൻ തയ്യാറായോ? അതെ, തയ്യാറായി. ഓണൊക്കെ എങ്ങനെയുണ്ട് ഇത്തവണ? അടിപൊളിയാകട്ടെ. മാനവീയം വീതിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടല്ലോ വിനീത, തലസ്ഥാനത്തെ നഗരം ഇപ്പോഴും ഇതാ ഓൺ മൂഡിലാണ്. ഈ അശ്വിന്റെ അങ്ങോട്ട് ആർപ്പോ വിളി കേട്ടില്ല കേട്ടോ സുനിഷ. അശ്വിൻ അവിടെ ചുമ്മാ നിൽക്കുകയാണ്, ഓണം വൈബൊന്നും എത്തിയില്ല. അശ്വിന്റെ ആർപ്പോ വിളി കേട്ടില്ല കേട്ടോ. വിനിത, അത് ഞാൻ ഈ ആളുകൾക്കൊപ്പം എൻ്റെ ശബ്ദം എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർ നല്ല ഫോഴ്സിൽ തന്നെ ആർപ്പൂർവൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് അത്രയും അവരുടെ ശബ്ദത്തോടൊപ്പം എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വിനിത, ഇവിടെ എന്നെ മാറ്റി നിർത്തുക, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കളർഫുൾ ആണ്. തിരുവനന്തപുരത്തെ ഓണം ഇക്കുറി ഓണം വാരാഘോഷമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ഓണ വൈബിലേക്ക് എത്തിക്കഴിഞ്ഞു. സുനിഷ അയ്യൂരിനും അശ്വിൻ ഡിയാഗോയ്ക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ്. അവർക്കൊപ്പം മറ്റാഘോഷങ്ങളിൽ പങ്കുചേരുക. നാളെ രാവിലെ മുതൽ തിരുവോണത്തിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറാവുക. ഇന്ന് രാവിലെ പട്ടുപാവാടയൊക്കെ ഉടുത്തു നിൽക്കുന്ന സുനിഷ അയ്യൂരായിരുന്നു നമ്മുടെ കാഴ്ച. നാളെയും തീർച്ചയായും ഓണം അടിപൊളിയാക്കാൻ സുനിഷയും അശ്വിൻ ഡിയാഗോയും ഉണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാളികൾ ഇങ്ങനെ ഓണാഘോഷത്തിന്റെ തിരക്കുകളിൽ തന്നെയാണ്. ഉത്രാട രാത്രിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാന വട്ടം എന്തെങ്കിലും കുറവ് വന്നോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാളനും പുളിയിഞ്ചിയും ഒക്കെ തയ്യാറാണ്. ഇനി നാളെ പായസം ഒരുക്കണം, ചോറ് വെക്കണം, അങ്ങനെ ചില്ലറ പരിപാടികളുണ്ട്. വീട്ടമ്മമാരൊക്കെ അതിന് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് തിരിച്ചെത്തണം. മറ്റിടങ്ങളിലെ കാഴ്ചകൾ, ഓണവിശേഷങ്ങളൊക്കെ അറിയണം.